ഭാനു, ഭാനു, സോറി മോളെ, അപ്പോഴത്തെ ദേഷ്യത്തിന് ഏട്ടൻ അങ്ങനെ പറഞ്ഞു പോയതാ. ഭാമയുടെ കാര്യം നിനക്കറിയാലോ, അതൊക്കെ ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞ പേടികൊണ്ട് പറഞ്ഞു പോയതാ. സാരല്ലേട്ടാ, ഞാനും തെറ്റുകാരിയാണല്ലോ. ഒന്നാമത് നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒന്നീന്ന് കര കയറുമ്പോൾ മറ്റൊന്ന്, ശരിയല്ലേ? ഇപ്പൊ തന്നെ ഭാമയുടെ കാര്യം, ഭാവനയുടെ അപകടം, നീയും ആ ധ്രുവനും തമ്മിലുള്ള പ്രശ്നം, ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് ഇതുവരെ ഒന്നും സംഭവിക്കാതിരുന്നത്. ഈ ഏട്ടനെ കഴിഞ്ഞ വിദ്യാഭ്യാസമുള്ളവരാണ് നിങ്ങൾ 4 പേരും. പക്ഷെ എൻ്റെ അത്രയും ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് തെറ്റ് കാണുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നത്. നീ നോക്ക്, നീ എനിക്കെന്റെ നന്ദുമോളെ പോലെ തന്നെയാ. എനിക്കിതിൽ സംഭവിച്ച എനിക്കെന്റെ നന്ദുമോൾക്ക് സംഭവിക്കുന്ന പോലെ തന്നെയാ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുറ്റം പറയാനും പൊട്ടിച്ചിരിക്കാനും ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. മോളെ, ഈ ഏട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല, സ്നേഹക്കൂടുതലാണ് നിന്നെ വഴക്ക് പറയുന്നത്. എനിക്കറിയാം ഏട്ടാ, ഏട്ടൻ വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇപ്പോ ഏട്ടന്റെ ഭാഗത്തൊന്ന് ചിന്തിക്കുമ്പോ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി ഏട്ടാ. അങ്ങനെ വേണം മോളെ. സ്നേഹമുള്ളവർക്ക് ശാസിക്കാനും തോന്നും. ഇതിപ്പോ നിന്റെ ഭാഗത്തും തെറ്റായിട്ടൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇതിന്റെ പേരിൽ പഠിത്തത്തിലൊന്നും മോൾ ഒരഴപ്പും കാണിക്കരുത്, അറിയാലോ? ഭാവനയും സൂര്യൻ നിനക്ക് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അറിയാട്ടാ, ഇതുകൊണ്ടൊന്നും ഞാൻ തളരാൻ പോകുന്നില്ല. എന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അത് മതി, എനിക്കിത്രയും കേട്ടാ മതി. നീയൊന്നും കഴിച്ചില്ലല്ലോ, വാ എണീറ്റൊന്ന് കഴിച്ചിട്ട് കിടക്ക്. വാ, ഞാൻ കഴിച്ചോളാം ഏട്ടാ. അറിയാലോ, ഭാവന ഈ വീട്ടിൽ നല്ല വിഷമത്തോടെ പോയത്. നിന്റെ കാര്യത്തിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. അറിയേട്ടാ, എനിക്ക് വേണ്ടി ഭാവനിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എടാ, സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതിൽ ഭാവനയ്ക്ക് ഒരു വിഷമവും. പക്ഷെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് സഹിക്കത്തില്ല. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം.